വാട്ടർ ലില്ലി എങ്ങനെയാണ് പോളിനേഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഡേ ഫ്ലവറാണ് എടുക്കേണ്ടത്. ഇതുപോലെ ലിക്വിഡൊക്കെ ഉള്ള ഈ ഒരു രൂപത്തിലിരിക്കുന്ന ഇതാണ് ഫസ്റ്റ് ഫ്ലവർ. ഇത് ഫീമെയിൽ ആയിരിക്കും, കണ്ടില്ല അതിൻ്റെ അകത്ത് ലിക്വിഡുണ്ട്. ഇത് പൂമ്പൊടി ആയിട്ടില്ല, ഇത് ഫീമെയിൽ ഫ്ലവറാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പോളിനേഷൻ വേണ്ടി എടുക്കേണ്ട ഫ്ലവർ. ഇതിലേക്കാണ് നമ്മൾ പൂമ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് ഡേ ഫ്ലവറാണ്. ഇനി നമ്മൾ ഇതേ ദിവസം തന്നെ ഒരു സെക്കൻഡ് ഡേ ഫ്ലവർ, പൂമ്പൊടി ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഡേ ഫ്ലവർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പം ഇനി നമ്മൾ എടുക്കേണ്ടത് സെക്കൻഡ് ഡേ ഫ്ലവറാണ്, അതായത് അത് മെയിൽ ഫ്ലവറാണ്. നമ്മൾ ഇതിലേക്ക് ക്രാഞ്ച് നോക്ക് എന്നുള്ളതിൻ്റെ ഫ്ലവറാണ് മെയിൽ ഫ്ലവർ. അപ്പോൾ ഇതിന് പൂമ്പൊടിയുണ്ട്, ഇതിൻ്റെ സൈഡുകളിലൊക്കെ കണ്ടില്ലേ. അതായത് സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ ഫ്ലവർ തന്നെയാണ് സെക്കൻഡ് ഡേ ഫ്ലവറിലോട്ട്, അതായത് ഫീമെയിൽ ഫ്ലവർ തന്നെയാണ് മെയിൽ ഫ്ലവറിലോട്ട് മാറുന്നത് സെക്കൻഡ് ഡേ. അപ്പോൾ ഇത് മെയിലാണ്, ആൺ ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പൂമ്പൊടി നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഈ മെയിൽ ഫ്ലവറിൻ്റെ അതായത് പോളൻ ലീവ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പൂമ്പൊടി ഇത് നമ്മൾ ചെറുതായിട്ട് ഇതൊരു ബ്രഷുണ്ട്, ആ ബ്രഷ് വെച്ചിട്ട് ചെറിയ എടുക്കും. നമുക്ക് ചെറിയ രീതിയിൽ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ കറുത്ത കളറാണ്, നമുക്കിത് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് പൂമ്പൊടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഫ്ലവർ, അതായത് അകത്ത് ലിക്വിഡുണ്ട്. ഫസ്റ്റ് നമ്മൾ കാണിച്ചത് പൊടിച്ച്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൂമ്പൊടി ഇതിലേക്ക് തേച്ച് കൊടുക്കുക. ഈ രാവിലെ തന്നെ നമ്മൾ ചെയ്യാൻ വേണം. ഈച്ച, അതായത് ഈച്ചയൊക്കെ വന്ന് തന്നെ പോളിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാം. ഇത് തേച്ച് കൊടുക്കുക. ഇതാണ് നമ്മൾ ഒരു മെത്തേഡ്. ഇനിയും വേറൊരു മെത്തേഡ്. അപ്പോൾ നമ്മൾ വീണ്ടും സെക്കൻഡ് ഡേ ഫ്ലവർ എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് മറ്റേ നമുക്കൊരു ജസ്റ്റ് ചെറുതായിട്ട് നമുക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൂമ്പൊടിയൊക്കെ ഇതിലേക്ക് പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഒരു 1-2 വട്ടം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 വട്ടമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം പൂമ്പൊടിയൊക്കെ ഇതിൽ പറ്റിയിട്ടുണ്ടായിരിക്കും. ഒരു സെക്കൻഡ് ഡേ ഫ്ലവറാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഇത് ചെറിയ രീതിയുണ്ട് പൂമ്പൊടി, നമുക്ക് കാണാൻ കഴിയും ചെറിയ രീതി. പിന്നെ നമ്മുടെ ഫീമെയിൽ ഫ്ലവർ, ഫസ്റ്റ് ഡേ ഫ്ലവർ, നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ അതിൽ നിന്ന് എടുത്ത പൂമ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ രീതി ഒഴിച്ചു കൊടുത്താലും നമുക്കിത് കറക്റ്റായിട്ട് പോളിനേഷൻ ആകും. ഇത് നമ്മൾ രാവിലെ ചെയ്യണം ഈ മെത്തേഡ്. നമുക്ക് പോളിനേഷനെ പറ്റി മറ്റൊരു മെത്തേഡാണ്, അതായത് നമ്മുടെ മെയിൽ ഫ്ലവർ സെക്കൻഡ് ഡേ ഫ്ലവർ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതായത് പോളൻ ഗ്രെയിൻസ് എന്നാണ് പറയുന്നത്. അതായത് പൂമ്പൊടി ഉണ്ടായി വരുന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പോളൻ ഗ്രെയിൻസ്, ഈ നാരി പോലിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറിച്ചെടുക്കുക. അതായത് ഈ രീതിയിൽ ഇതെല്ലാം പൂമ്പൊടിയുണ്ട്. ഇതെല്ലാം ഹാൻഡ് പോളിനേഷനാണ്. ഇതെല്ലാം പൂമ്പൊടിയുള്ള ഭാഗങ്ങളാണ്. ഇത് വേണ്ട കുറച്ച് ഇതുപോലത്തെ പൂമ്പൊടിയുള്ള കുറച്ച് ഭാഗങ്ങൾ, അതായത് നമ്മൾ മെച്ചേർഡ് ഫ്ലവർ തന്നെ എടുക്കണം. മെച്ചേർഡ് ഫ്ലവർ അല്ല എടുത്തിട്ടുള്ളെങ്കിൽ അതിന് നമുക്ക് ഈ പൂമ്പൊടി ഒന്നും കിട്ടത്തില്ല. ഇത് നല്ല മെച്ചേർഡ് ആയിട്ടുള്ള ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ള ഒരു 10ഓളം ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ്, അതായത് ഈ പൂമ്പൊടിയുള്ള ഭാഗം ഇതിലേക്ക് ഇട്ടു. ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾ നല്ല രീതിയിൽ എടുക്കാം. അത്യാവശ്യം പൂമ്പൊടി ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടില്ല. ഈ രീതിയിൽ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മളിത് പിന്നെ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് അത്യാവശ്യം ഇത് കെട്ടി വെക്കണം നല്ല രീതിയിൽ. അത് കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഈച്ച ഉണ്ടല്ലോ, നമ്മുടെ ചെറുതിന് ഈച്ചയുടെ വന്നിട്ട് വീണ്ടും വേറെ ഇതിൽ നിന്ന് അതായത് പൂമ്പൊടി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് ഇരുന്നിട്ട് വേറെ പോളിനേഷൻ നമ്മൾ ചെയ്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല, ചേഞ്ച് ആയിപ്പോയി പോളിനേഷൻ ചെയ്തപ്പോൾ. നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്റ്റിക് അല്ല ശരിക്കും ചെയ്യാനായിട്ട് കോട്ടൺ തുണി വെച്ച് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ കെട്ടി വെക്കുക, ഈ രീതിയിൽ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഞാൻ ഒരു 4 ദിവസം മുമ്പ് പോളിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ബുൾസൈഡ് ബഡാണ്. ഉണ്ടല്ലേ, ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതൽ. നോർമലി ഞെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്നങ്ങ് പോകും. ഇത് ഈ ഭാഗം കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പോളിനേഷൻ ആയിട്ടുള്ള ബഡാണ് ഈ ഭാഗം. അതായത് ഇതിൻ്റെ താഴത്തിനോട് ഭാഗം കട്ടി കൂടും. അപ്പോൾ ഇതിൻ്റെ അത് പോളിനേഷൻ ആയിട്ട് സീഡ് ഡെവലപ്പായി വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീഡ് ഡെവലപ്പായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം പൊട്ടിച്ചെടുക്കണം. അതായത് അതിൻ്റെ ആ ഇലകളൊക്കെ, അതായത് ഫ്ലവറിൻ്റെ അതൊന്നും വേണ്ട, അല്ലാതെ അതിൻ്റെ അടിവശത്തൊരു ഇതേ രീതിയിൽ ഭാഗമുണ്ട്. ഈ രീതിയിലുള്ള അടിയിൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് മുമ്പ് കാണിച്ചിരുന്നൊരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഇതേ രീതി വരുന്നുണ്ട്. ഇതെല്ലാം സീഡാണ്. ഈ ചെറിയ രീതിയിൽ ഇരിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ പൂവിൻ്റെ എതളുകളാണ്. ഇതിൻ്റെ ഈ ഭാഗം, ഈ ഇരിക്കുന്ന ഇതെല്ലാം സീഡുകളാണ്. നമുക്കത് ചെറിയ രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ. ഏകദേശം കടുകിൻ്റെയൊക്കെ കൂട്ട് കണ്ടിട്ട് ഓരോരോ ഇതിൻ്റെ അകത്ത് ഞാൻ സീഡ് ഇതുണ്ട്. ഇത് മൊത്തം സീഡാണ്. കണ്ടില്ലേ, ഇതെല്ലാം സീഡാണ്. ഇത് നമുക്ക് മെച്ചൂർഡായിട്ടുള്ള സീഡാണ്. ഇത് നമ്മൾ ഇനിയിപ്പം പായലൊന്നും പിടിക്കാത്ത നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് മൊത്തം പറക്കിയെടുത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കിളിപ്പിക്കുക. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇത് ഇടുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ചെറിയ ചെറിയ തരികൾ പോലും ഇങ്ങനെ പോയിട്ട് ഇതെല്ലാം സീഡുകളാണ്. അതായത് 1000കണക്കിന് സീഡുകളുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏതിലൊക്കെ എടുത്ത് മാറ്റണം. ഇതിൽ ഒരുപാട് അഴുകരുത്. ഇത് പൊങ്ങി കിടക്കുന്നത് മൊത്തം സീഡുകളാണ്. ഈ സീഡെല്ലാം കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് താന്നു പോകും. ഇത് പിന്നീട് ഇത് കിടന്ന് കിളിച്ച് നമുക്കത് പുതിയ ഫ്ലവറായിട്ട് നമ്മുടെ ഓൺ ഹൈബ്രിഡായിട്ട് പുതിയതായിട്ട് നമുക്കൊരു സെയിൽ ചെയ്യാൻ കഴിയും. എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ വാട്ടറിൽ ആമ്പൽ പുതിയ വെറൈറ്റികൾ എങ്ങനെയാണ് ഇറക്കുന്നതെന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.